ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഈ മസാബ നെക്ക് ലൈൻ വരുന്ന ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കട്ടിങ്ങിലേക്ക് പോകാം. ബാക്കാണ് ആദ്യം ബ്ലൗസിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്ലൗസിൻ്റെയും ബാക്ക് തന്നെയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ ഓപ്പൺ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഓപ്പണിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് ഹുക്കായി വെക്കാനായിട്ട്. അതിനുശേഷം ലെങ്ത്ത് 15 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 16 ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് മസാബ നെക്ക് ലൈൻ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഹൈ നെക്കായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫുൾ ഷോൾഡർ എടുക്കുന്നുണ്ട്. 15 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ വരുന്നത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹൈ നെക്ക് ആയതുകൊണ്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കണം. ആം ഹോൾ ഞാൻ തയ്യൽ തുമ്പ് കൂട്ടാതെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് എനിക്കിവിടെ 36 വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം 9.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഒരു ലൂസിങ് കൂടെ ചേർത്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 9.25 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെയാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തത്. ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ടാണ് 3/4 ഇഞ്ച് ലൂസിങ് കൊടുത്തത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ലൈനിങ് ഉള്ള ബ്ലൗസ് ആകുമ്പോൾ 3/4 ഇഞ്ച് ലൂസിങ് കറക്റ്റ് ആയിരിക്കും. ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ 1/2 ഇഞ്ച് മതി. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ആം ഹോൾ മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിനുശേഷം ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആദ്യം ഞാനൊന്ന് അളന്ന് നോക്കുന്നുണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് വീഡിയോയിൽ. ബോഡിയിൽ നിന്ന് എത്രയാണ് ആം ഹോൾ മെഷർ ചെയ്തെടുക്കുന്നത് അതിന് 1 ഇഞ്ചും കൂടെ ലൂസിങ്, അതായത് ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് 1 ഇഞ്ച് ലൂസിങ്ങും കൊടുത്തിട്ട് അതിൻ്റെ പകുതി കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. എനിക്കിവിടെ 16 ആം ഹോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതിന് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 8.5 വരുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇനി കറക്റ്റ് ആയില്ല എന്ന് എഴുതിയിട്ട് ഞാൻ 1 ഇഞ്ചും കൂടെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു ചെറിയ ബ്രെയിനിങ്ങിൻ്റെ കുഴപ്പം. അപ്പോൾ ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് അത് ശരിയാണെന്ന് തോന്നി. പിന്നാണ് ആലോചിച്ചത് തയ്യൽ തുമ്പ് കൂട്ടിയില്ല. തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തപ്പോൾ മനസ്സിലായി 1 ഇഞ്ച് കൂടിപ്പോയി. 8.5ക്ക് 9.5 വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ആദ്യം വരച്ചത് അന്നേരം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ആ സെൻറ്റർ ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ ആം ഹോൾ കർവ് വെച്ചാൽ മതി. അതിനുശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വരച്ചത് കറക്റ്റായിരുന്നു. അതായത് ഷോൾഡർ എത്രയാണ് നിങ്ങൾക്കുള്ളത് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 7 തയ്യൽ തുമ്പും കൂടെ കൂട്ടി 7 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നെക്ക് വിട്ട് മാർക്ക് ചെയ്യാനായിട്ട് നെക്ക് വിട്ടല്ല ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. റെഡി ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 2.25 ഷോൾഡർ വരും. കാരണം ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് സ്ലീവിൻ്റെ അവിടെ മാത്രമേ തയ്യൽ തുമ്പ് പോകത്തുള്ളൂ. അപ്പോൾ 2.25 ഷോൾഡർ വരും. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ലെങ്ത്തിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് വേസ്റ്റ് എത്രയാണ് അതിൻ്റെ 4/1 ഭാഗം ഒരു 3/4 ഇഞ്ച് ടക്സും കൂടെ കൊടുത്തിട്ട് ബാക്കി 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് വിട്ടാണല്ലോ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പോൾ മസാബ നെക്ക് ലൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. റെഡി ഷോൾഡർ എത്രയാണോ വേണ്ടത് അത് ആദ്യം കൊടുക്കുന്നതിൻ്റെ കാര്യം. അതിനുശേഷം നെക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈ നെക്ക് ആയതുകൊണ്ട് 3 ഇഞ്ചാണ് നെക്ക് ഡെപ്ത്ത് ഞാനിവിടെ കൊടുക്കുന്നത്. 3 ഇഞ്ച് കൊടുത്തിട്ട് ആ നെക്കിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ അങ്ങോട്ടേക്കാണ് ഞാൻ ഇവിടെ ഒരു സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുത്തേക്കുന്നത്. അത് എനിക്കത് കറക്റ്റായിട്ടാണ്. സാധാരണ ബ്ലൗസുകളിൽ ഷോൾഡർ ഡൗൺ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കിത് കറക്റ്റായിട്ട് വരുന്നതായിട്ട് ഒട്ടും ലൂസിങ്ങോ കാര്യങ്ങളോ ഷോൾഡർ ഇറങ്ങിപ്പോവോ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളിതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനൊന്ന് ചെയ്ത് നോക്കണം. നെക്കിൻ്റെ അങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ്, നെക്കിൻ്റെ അങ്ങോട്ട് സ്ലോപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അതിനുശേഷം ഹൈ നെക്ക് ആയതുകൊണ്ട് ബാക്കിൽ ഞാൻ ചെറിയൊരു കീ ഹോൾ പോലെ ലീഫിൻ്റെ ഷേപ്പിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നെക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്കും താഴത്തെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഹുക്ക് ഒരു 4 ഇഞ്ച് ഹുക്ക് വരുന്ന 4 ഇഞ്ചായിരിക്കും. 4 ഇഞ്ചും കൂടെ വിട്ടിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിന് ഞാനവിടെ ഫ്രീ ഹാൻഡായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ക്യാൻവാസിലായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചെറിയ ഓപ്പണിങ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റത്തുള്ളൂ. അപ്പോൾ ഇനി സൈഡും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ട് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നെക്ക് നിങ്ങൾ ഇതുവരെ സ്ലോപ്പ് നെക്കിലേക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്കിലേക്കൊന്ന് സ്ലോപ്പ് കൊടുത്ത് മാർക്ക് ചെയ്യണം. അതുപോലെ ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്ന സ്ലോപ്പിൻ്റെ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. തയ്യൽ തുമ്പിന് താഴെ ഞാൻ ആ മാർക്ക് ചെയ്തത് കാണാമല്ലോ, ആ ഒരു ഷേപ്പ് തയ്യൽ തുമ്പിൻ്റെ അവിടെ ജോയിൻ ചെയ്യുന്ന പോലെ വേണം കൊടുക്കാൻ. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് അകത്തേക്ക് വീണ്ടും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് തുണി എക്സ്ട്രാ വരുന്ന പോലെ വരും. ഹൈനെക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നോർമൽ ബ്ലൗസ്, ഡീപ്പ് നെക്ക് ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഹൈനെക്ക് ആയതുകൊണ്ട് ഒരു 4 ഇഞ്ച് അകത്തേക്ക് കയറ്റി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് വരുന്നത്. അതുപോലെ ടക്സ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫിറ്റിങ്ങിൻ്റെ അകത്തേക്ക് എത്രയാണോ വന്നാൽ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ടക്സിൻ്റെ ഹൈറ്റ് ഒരു 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്ന ടക്സിൻ്റെ ഹൈറ്റ്. എന്നിട്ട് 3/4 ഇഞ്ചാണ് ടക്സിന് വേണ്ടി ഞാൻ വിട്ടിരുന്നത്. അത് നിങ്ങൾ 1 ഇഞ്ചാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് അറിയാലോ ടക്സ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഞാൻ 4 ഇഞ്ച് ഒരു പോയിൻറ്റ് 4 ഇഞ്ച് ഒരു പോയിൻറ്റ് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്ത് ടക്സ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വെറുതെ ആയി പോയി അപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്തത്. ഏറ്റവും അവസാനം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഞാനിത് ഈ മാർക്ക് ചെയ്ത ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് തിരിച്ചിട്ടത്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വേസ്റ്റായി പോയി ഞാൻ മാർക്ക് ചെയ്തത്. ഏറ്റവും അവസാനം ഫിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒന്നേന്ന് മാർക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് ഞാനീ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു തവണയും കൂടെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസും കൂടെ നമുക്ക് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫോൾഡായിട്ടുള്ള ഭാഗം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഹുക്കൈയുടെ ഗ്യാപ്പ് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ, അത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഷോൾഡറിൻ്റെ വിഡ്ത്ത്, സൈഡ് ഫിറ്റിങ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആം ഹോളിൻ്റെ സൈഡ്, ഷോൾഡർ കാര്യങ്ങളെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിനൊന്നും ഒരു വ്യത്യാസമില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബ്ലൗസിൻ്റെ ലെങ്ത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ 1 ഇഞ്ചാണ് കൂടുതലിട്ട് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 1 ഇഞ്ച് എന്നുള്ള 1.5 ഇഞ്ച് കൂടുതലിട്ട് മാർക്ക് ചെയ്യുക. കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഇട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.5 ഇഞ്ച്, അതായത് അര ഇഞ്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുള്ളൂ. 15 ഇഞ്ച് ലെങ്ത്തിന് 16.5 ഇഞ്ചാണ് ഫ്രണ്ടിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രിൻസസ് കട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അഥവാ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനുശേഷം ആം ഹോളൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചെസ്റ്റും ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ ചെസ്റ്റിൻ്റെ ഫിറ്റിംഗ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വീണ്ടും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ 3/4 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത്, ഇപ്പോൾ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഷേപ്പ് ഒന്നുകൂടെ കറക്റ്റ് ആക്കിയതിന് ശേഷം. ഇപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിലാണ് ഇപ്പോഴത്തേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് തയ്യൽ തുമ്പില്ലാതെ 6.5 ഇഞ്ച് നെക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 6.5 കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് ചേർത്ത് 7 ഇഞ്ചായിരിക്കും വരുന്നത്. 4.5 ഇഞ്ചാണ് വീതി. ബാക്കി നമുക്ക് റെഡി ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം 4.5 ഇഞ്ചാണ് വരുന്നത്. ആ 4.5 മൊത്തം എടുക്കുക. അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം നെക്കിൻ്റെ വിഡ്ത്തായിട്ട്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താണ് നമ്മൾ ആ ഒരു ലീഫിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നത്. അവിടെ നിന്നായിരിക്കും ആ ഒരു ഡോറി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് മുകളിൽ വരെ ജോയിൻ ചെയ്ത് കൊടുക്കത്തില്ല. ഒരു 2 ഇഞ്ച് ഹൈറ്റിന് മാത്രമേ ജോയിൻ ചെയ്യത്തുള്ളൂ. അതിനുശേഷം 3 ഇഞ്ചിന് ശേഷം പിന്നെ ഒരു 1.5 ഇഞ്ചും കൂടെ ഉണ്ടല്ലോ, അവിടെ ആ ചെറിയ ഡിസൈൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മൊത്തം 4.5 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്നൊരു 3 ഇഞ്ചും പിന്നീട് ഒരു 1.5 ഇഞ്ചും 2 ഇഞ്ച് മുകളിലേക്കും. ആദ്യത്തെ നെക്കിൻ്റെ ഡെപ്ത്ത് വരുന്നത് 6.5 ഇഞ്ചും രണ്ടാമത്തെ സൈഡിലേക്ക് ജോയിൻറ്റ് കൊടുക്കുന്നത് 1 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചും ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അതവിടെ ജോയിൻ ചെയ്തെടുത്താൽ മതി. W പോലെ ഒരു ചെറിയ ഷേപ്പ്.
അതിനുശേഷം ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കണം. തയ്യൽ തുമ്പോട് കൂട്ടി 11 ഇഞ്ചാണ് ചെസ്റ്റ് പോയിൻ്റ് വരുന്നത്. അതുപോലെ ബ്രസ്റ്റ് ഗ്യാപ്പ് അപ്പെക്സ് ടു അപ്പെക്സ് പോയിൻ്റ് 3.5 എനിക്കിവിടെ വന്നേക്കുന്നത്. അതിൻ്റെ 3.5 മാർക്ക് ചെയ്യുക. അതുപോലെ വേസ്റ്റിൽ 1/2 ഇഞ്ച് കുറച്ച് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കറക്റ്റായിട്ട് വരും. അതുപോലെ പ്രിൻസസ് കട്ടിൻ്റെ ടക്സ് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് 2, 2.5, 3 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം. അത് എത്ര നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. അതുപോലെ അതിൻ്റെ ഷേപ്പ് ഞാനൊന്ന് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് ആ ടക്സിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ അവിടുന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോൾ എത്രയാണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ 8.5 ഇഞ്ചാണ് എനിക്ക് ആം ഹോളുള്ള. അതിൻ്റെ 4.25 സെൻറ്റർ ഭാഗത്തേക്ക് ആം ഹോളിലേക്കാണ് ജോയിൻ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്യണം. വേസ്റ്റ് എത്രയാണോ ടക്സിന് ശേഷം ടക്സ് 3 ഇഞ്ചാണല്ലോ കൊടുത്തത്. അതിന് ശേഷം 7 ഇഞ്ച് വരുന്ന പോലെ മാർക്ക് ചെയ്യണം. ഞാനിത് 7 ഇഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതെന്താണെന്ന് എനിക്ക് അന്നേരം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞ പോലെ കുറേ നാൾക്ക് ശേഷം സ്റ്റിച്ചിങ് ചെയ്യുന്നതുകൊണ്ട് ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. അത് തന്നെ കാര്യം. അപ്പം ഞാൻ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ ടക്സ് കഴിഞ്ഞിട്ട് വേസ്റ്റ് എത്ര ഉണ്ടോ അത് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ ടക്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചും കൂടെ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചും കൂടെ ആം ഹോളിൻ്റെ അവിടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. താഴെ വേസ്റ്റിൻ്റെ അവിടെയും കൊടുക്കുക. അത് കഴിഞ്ഞ് സീം അലവൻസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂടെ കൊടുക്കുക. അതിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം ഈ ടക്സ് രണ്ടും താഴെ ഭാഗത്ത് രണ്ടിൻ്റെ നീളം ഒരുപോലാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അതുപോലെ ഞാനിപ്പോൾ ആ സെൻറ്റർ ഭാഗത്തേക്ക് മുകളിലേക്കൊരു സ്ലോപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു കർവ് പോലെ വരും സെൻറ്റർ ഭാഗത്ത്. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ മുകളിലേക്ക് കൊടുത്ത ഭാഗം വേണ്ട. അതുപോലെ അപ്പെക്സ് ടു അപ്പെക്സ് പോയിൻ്റ് അവിടെ ചെറിയൊരു ടക്സിന് ഞാൻ മാർക്ക് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. പിന്നീട് ഞാനത് സ്റ്റിച്ച് ചെയ്തില്ല. അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാനത് പിന്നീട് സ്റ്റിച്ച് ചെയ്തെടുത്തില്ല. പിന്നെ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴത്തേ എനിക്ക് തോന്നി വേണ്ടാന്ന്. അതുകൊണ്ട് മാത്രം ഞാനത് സ്റ്റിച്ച് ചെയ്തില്ല. വെറുതെ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഇനി ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ സ്ലോപ്പ് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. അതുപോലെ ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോർമൽ പ്രിൻസസ് കട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെയുള്ള ആ ചെറിയ താഴെ ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് തന്നെ. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും ഞാൻ അത് വരച്ചത് ശരിയായില്ലെന്ന് എഴുതിയിട്ട് ഒന്നുകൂടെ ആ സ്ലോപ്പ് കറക്റ്റായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് വ്യത്യാസമേ ടക്സിൻ്റെ 2 ലൈനുകൾ തമ്മിൽ ഒരു 1/2 ഇഞ്ച് വ്യത്യാസമേ രണ്ടാമത്തെ ടക്സിന് ഉണ്ടാകത്തുള്ളൂ. 1/2 ഇഞ്ച് മുകളിലേക്കൊരു സ്ലോപ്പ് പോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോൾ ഇപ്പം തന്നെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അതുകൊണ്ടാണ് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തത്. അതുപോലെ ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് അപ്പെക്സ് പോയിൻറ്റിൻ്റെ അവിടെ ഒരിക്കലും പോയിൻ്റ് പോലെ വരാതെ നോക്കണം. കറക്റ്റായിട്ടൊന്ന് ഒഴുകുന്ന പോലെ ഒരു സ്ലോയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ഫ്ലോയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പോയിൻ്റ് വരരുത്. കാരണം തയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു പോയിൻ്റ് പോലെ നിൽക്കും. അത് വരാതിരിക്കാനായിട്ട് കറക്റ്റ് കൂർത്ത് നിൽക്കുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ആ കൂർപ്പ് വരാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഫിറ്റിങ്ങും ലൈനും കാര്യങ്ങളെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. ഏറ്റവും അവസാനം ഞാൻ ഒന്നേന്ന് മാർക്ക് ചെയ്യേണ്ട വന്നു. ഫിറ്റിങ് ഞാൻ മാർക്ക് ചെയ്ത് തന്നെ തയ്ച്ച് ഞാൻ തിരിച്ചിട്ടു. അത് ഈ പറഞ്ഞ പോലെ ബ്രെയിനിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അന്നേരം അതൊന്നും തയ്ച്ചപ്പോൾ അങ്ങനെ എടുത്തു വെച്ചങ്ങ് തയ്ച്ചു. എന്തായാലും അതെല്ലാം ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ഫ്രണ്ട് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാൻ ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല. കാരണം ക്യാൻവാസിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ആ ഷോൾഡർ ഒന്നുകൂടെ ഒന്ന് നോക്കിയതാണ്. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അത് കറക്റ്റാണോ എന്ന് ഒരുപാട് ഞാനിരുന്ന് ആലോചിച്ചു. വീതി ഇനി വിട്ട് കൂടുതലായി പോവോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു 1/4 ഇഞ്ച് ഞാൻ വീണ്ടും അകത്തേക്ക് മാർക്ക് ചെയ്തു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അതും ഈ പറഞ്ഞ പോലെ പിന്നീട് ഞാൻ മാറ്റി. ആദ്യം എത്രയാണോ വരച്ചത് അതങ്ങനെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുക ചെയ്തത്. വീതി കൂടി പോവോ ഇല്ലയോ എന്ന് ഒരുപാട് ഞാനിരുന്ന് ആലോചിച്ചു.
അതും ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. ദാറ്റ്സ് ഇറ്റ്. ഞാനത് വീണ്ടും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ക്യാൻവാസിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് ഡെപ്തിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്യാപ്പ് ഞാൻ 1 ഇഞ്ചാണ് ആദ്യം കൊടുത്തിരുന്നത്. അതൊരു 1/2 ഇഞ്ചാക്കി ഞാൻ കുറച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഒരു ഗ്യാപ്പ് മാത്രമാണ് കൊടുത്തത്. പിന്നെ ഞാൻ ലൈനിങ്ങിലാണ് കറക്റ്റ് അളവനുസരിച്ച് വരച്ചത്. അതുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് ക്യാൻവാസ് പേപ്പർ വെച്ചൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്നത്. അതല്ല നെക്ക് ലൈനിങ് വരച്ചിട്ടില്ലെങ്കിൽ ക്യാൻവാസിൽ വരച്ച് അതിന് മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൽ നെക്കിൻ്റെ അങ്ങോട്ടേക്കുള്ള സ്ലോപ്പ് നിങ്ങൾ ഇതുവരെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ അങ്ങോട്ടേക്കുള്ള സ്ലോപ്പ് ഒന്ന് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഒരുപാട് തവണ ഷോൾഡർ സ്ലോപ്പ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഫിറ്റിങ് കറക്റ്റ് ആവാറില്ല. ഇനി എൻ്റെ ബോഡി ഷേപ്പിൻ്റെ വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല. എനിക്കത് കറക്റ്റായിട്ട് വരാറില്ല. ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ട് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. ഇനി ഹൈ നെക്കായാലും നോർമൽ ഡീപ്പ് നെക്കായാലും എനിക്ക് കറക്റ്റായിട്ട് വരാറില്ല. ഫിറ്റിങ് കറക്റ്റ് ആവാറില്ല. പക്ഷേ ഇത് ഇനി ഏത് ഡീപ്പ് നെക്കായാലും എങ്ങനത്തെ ബ്ലൗസ് ആണെങ്കിലും നെക്കിൻ്റെ അങ്ങോട്ടേക്ക് ബ്ലൗസിൻ്റെ കാര്യത്തിൽ, ചുരിദാറിൻ്റെ കാര്യങ്ങളിലല്ല, ബ്ലൗസിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ നെക്കിൻ്റെ അങ്ങോട്ടേക്ക് സ്ലോപ്പ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടും ലൂസിങ് ഒന്നും വരത്തില്ല. ഷോൾഡർ ഒരിക്കലും ഊരിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നെക്കിൻ്റെ അവിടെ ഗ്യാപ്പൊന്നും വരത്തില്ല. നിങ്ങൾ ഫ്രണ്ടിൽ ഏറ്റവും ആദ്യം ഫിറ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ബോഡിയിൽ കറക്റ്റ് ഫിറ്റായിട്ടാണ് ബ്ലൗസ് കിടക്കുന്നത്, ഒട്ടും ഗ്യാപ്പില്ലാണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നെക്കിൻ്റെ അങ്ങോട്ടേക്ക് സ്ലോപ്പ് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം, ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ. അപ്പോൾ കറക്റ്റായിട്ട് വരും നെക്കിൻ്റെ ഫിറ്റിങ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നെക്ക് ഞാൻ ക്യാൻവാസിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ മസാബ നെക്ക് ലൈനിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ബ്ലൗസിനകത്തുള്ളത്. ബാക്കിയെല്ലാം പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയുള്ളൂ. നമുക്ക് നോർമൽ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ഇതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ട് എങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്യുന്നതെന്ന് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനത് നെക്ക് ലൈൻ ക്യാൻവാസിനകത്തൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മാർജിനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ നെക്ക് ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം ഒരു 3 ഇഞ്ചും പിന്നീട് 1.5 ഇഞ്ചും. പിന്നെ ഞാൻ ചെറിയൊരു ഒരു വ്യത്യാസം കർവ് പോലെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിങ് കുറച്ച് വർക്കാവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അരയിഞ്ച് വിട്ടത് വീണ്ടും ഞാൻ കറക്റ്റാക്കി എടുത്തു. വീണ്ടും ആദ്യം വരച്ചത് തന്നെ മതിയെന്ന് എനിക്ക് തോന്നി. ഇനി അടുത്ത സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടായിരുന്ന തുണി ഞാൻ 4ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം അടിഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ സ്ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന്. നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന ബൈസെപ്സിൻ്റെ അവിടെ എത്ര ഉണ്ടോ മെഷർമെൻറ്റ് അതിന് 1 ഇഞ്ച് ലൂസിങ് കൊടുക്കുക. അതായത് ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ടാണ് 1 ഇഞ്ച് ലൂസിങ് കൊടുക്കുന്നത്. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ എത്ര ഉണ്ടോ മെഷർമെൻറ്റ് അതിന് 1 ഇഞ്ച് ലൂസിങ് കൊടുക്കുക. അതിൻ്റെ പകുതി എടുക്കുക. ഇത് രണ്ടും കൂടെ എവിടെ മാച്ചാവും നോക്കണം. ബൈസെപ്സിൻ്റെ എനിക്ക് 7.5യും ആം ഹോളിൻ്റെ അവിടെ 8.5യാണ്. ആ 7.5 8.5 എവിടെയാണോ ജോയിൻ ചെയ്ത് വരുന്നത് അവിടെ ആ ക്രോസ് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രെയിനിങ്ങിൻ്റെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് ഞാൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. അത് ബ്രെയിനിങ്ങിൻ്റെ കുഴപ്പമില്ല, നമുക്കിങ്ങനെ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് ഞാനൊന്ന് നോക്കുന്നുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഒന്ന് സൈഡിലേക്ക് വീണ്ടും ഞാനൊന്ന് എക്സ്ട്രാ തുണി ഇട്ടു. അപ്പോൾ എപ്പോഴൊക്കെ സ്ലീവ് കട്ട് ചെയ്താലും എനിക്ക് ഈ ഡൗട്ട് എപ്പോഴും വരാറുണ്ട്. ഈ കൂടിപ്പോവോ കുറഞ്ഞു പോവോ എന്നുള്ള പ്രശ്നം. ഇനി എത്ര വട്ടം സ്ലീവ് കട്ട് ചെയ്താലും ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിക്കും, അത് ഉള്ളതാണ്. ഇങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ സ്ലീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് തയ്ക്കാൻ നേരത്തെ നെക്ക് ലൈനിൻ്റെ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്. കുറേ നേരം ഇരുന്ന് ആലോചിച്ചു വിട്ടിഞ്ഞ് കൂടി പോവോ ഇല്ലയോ എന്ന്. വീണ്ടും ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ അളന്ന് നോക്കുകയാണ്. ഏതായാലും
ഇങ്ങനെ പ്രശ്നമുള്ളവർ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് മാത്രമാണ് ഇങ്ങനെ പ്രശ്നമുള്ളതെന്ന്. ഏതായാലും ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ സൈഡിലെ ഫിറ്റിംഗ് എന്തെങ്കിലും അത്യാവശ്യം ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ലൈനിങ് തികഞ്ഞെന്ന് വരത്തില്ല. ലൈനിങ്ങിൻ്റെ വീതി കുറവാണല്ലോ. അപ്പോൾ കുറവായതുകൊണ്ട് അഥവാ കുറവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊരു ചെറിയ പീസ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിന് പ്രശ്നമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യാനായിട്ടൊരു നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഥവാ സൈഡിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 4 പീസ് തുണി, ഒരു ഇച്ചിരി ഭാഗത്തെ കുറവ് വരത്തുള്ളൂ, ആ 4 പീസ് തുണി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 4 പീസ് തുണി എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ഒറിജിനൽ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം പാർട്ട് 2 വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.